അവന് സ്വന്തം മാതാവിനോട് ഒരു ബന്ധമില്ല. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? മാതാവാണ്. നമ്മൾ ഇരിക്കുന്ന മാതാവിൻ്റെ ഉദരത്തിലാണ്. ആ മാതാവിനോട് ഒരു ബന്ധമില്ലാത്ത പിന്നെ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമോ? വിളിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കുന്നത് നേരിട്ടും വിളിച്ചിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ നേരിട്ടും വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അഹങ്കാരി. നമ്മളെ അങ്ങനെ വിളിക്കുമായിരുന്നു, നമ്മളോട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ വിളിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കുന്നത് നേരിട്ടും വിളിച്ചിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ നേരിട്ടും വിളിച്ചിട്ടുണ്ട്. എന്നും പേടിച്ച് തന്നെയാണ് കഴിഞ്ഞത് ചേട്ടനൊക്കെ. പിന്നെ പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. എൻ്റെ സാന്നിധ്യത്തിൽ അവനെ എന്തിനാ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ മോളുടെ കാര്യമോർത്ത് ഭയമുണ്ടായിരുന്നു. അത് എപ്പോഴും ഉണ്ടായിരുന്നു. വിളിച്ചുകൊണ്ട് വന്നതാണ്, നിർത്തിയതാണ്, എന്നിട്ട് അവൾ പിന്നെ ഓടിപ്പോയി. ഓടിപ്പോയെന്ന് പറയരുത്. അവളെ ട്രാപ്പിലാക്കിയെന്ന് വേണം പറയാൻ. അവളെ ട്രാപ്പിലാക്കാന്നുള്ള, അല്ലാതെ അവൾ എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ പോകത്തില്ല. പറഞ്ഞ് സമാധാനിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ തന്നെ ഒരുമാതിരി ക്രിമിനൽ സ്വഭാവം. അത് അവൻ്റെ ക്രിമിനൽ മൈൻഡിനെ അവൻ രഹസ്യമായിട്ട് വെച്ചിട്ട്, അതുകൊണ്ടാണ് ഈ കൂടുതലും മോളെ മുത്തേ ചക്കര എന്നൊക്കെ വിളിക്കുന്നവരെ വളരെ സൂക്ഷിക്കണം. യഥാർത്ഥ സ്നേഹമുള്ളവരാരും അങ്ങനെ വിളിക്കത്തില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവൻ ക്രൂരനാണെന്ന്. അല്ല, കുഞ്ഞിനോട് ഞാൻ അത്ര ഡീപ്പല്ലെന്ന് അവൻ പറയുന്നുണ്ട്. അവന് സ്വന്തം മാതാവിനോട് ഒരു ബന്ധമില്ല. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? മാതാവാണ്. നമ്മൾ ഇരിക്കുന്ന മാതാവിൻ്റെ ഉദരത്തിലാണ്. ആ മാതാവിനോട് ഒരു ബന്ധമില്ലാത്ത പിന്നെ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമോ? മനസ്സിലായോ? ഏതൊരു ക്രിമിനൽ പോലും, കുറ്റവാളികൾ പോലും, തീവ്രവാദികൾ പോലും അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിക്കത്തില്ലേ? ഇതിനെക്കുറിച്ച് എത്ര എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്. ഇവിടെയാണ് ബോഡി അടക്കാനുള്ള സ്ഥലം റെഡിയാക്കുകയാണ്. ദഹിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എത്ര മണിക്ക് കർമ്മം ചെയ്യാൻ പരിപാടി? വെക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.